പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം താഴോട്ടങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ ലോകത്തുണ്ടാകാത്ത സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിതാക്കന്മാരുടെ കാലം പോലെയാണെന്ന് പറഞ്ഞു. പരിഹാസികളുണ്ടാകും. ക്രിസ്തുവിൻ്റെ വരവിൻ്റെ വാഗ്ദത്തം എവിടെയെന്ന് ചോദിക്കുന്ന ആളുകൾ. ഇന്ന് പുറത്തല്ല അങ്ങനത്തെ ആളുകൾ കൂടുതലുള്ളത്, പള്ളിയിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഞാൻ ഈ ഭാഗം ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് ഇന്നത്തെ ലോക സംഭവങ്ങൾ, ഇന്നത്തെ ചെറുപ്പക്കാർ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ടേ പോവുകയാണ്. കുറേ കാര്യങ്ങൾ ഞാൻ എഴുതിക്കൊണ്ട് വന്നു, ജസ്റ്റ് വായിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. മാർച്ച് മാസം 28-ാം തീയതിയിലത്തെ മനോരമയിൽ ഞാൻ വായിച്ചതാണ്. അമേരിക്കയിലെ ഒരു സ്കൂളിൽ 28 വയസ്സുള്ള ഒരു യുവതി വെടിവെച്ചു, 6 മരണം. സ്കൂളിനകത്ത് കയറി വെടിവെച്ചു. ഇത് സ്ഥിരം നമ്മൾ കേൾക്കുന്നതാണ്. ഇവിടെ വന്നിട്ട് ഞാൻ പത്രമൊന്നും കണ്ടില്ല, അതുകൊണ്ട് പുതിയ സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഓൺലൈൻ ഗെയിം, ചൂതാട്ടം, പിള്ളേർക്കൊക്കെ അറിയാം അല്ലേ എന്തുവാ ഓൺലൈൻ ഗെയിം എന്ന് പറയുന്നത്. അതിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടായി. മദ്രാസിൽ, ചെന്നൈയിൽ 4 സ്കൂൾ കുട്ടികൾ ജീവനൊടുക്കി. മാർച്ച് മാസം 28-ാം തീയതി മനോരമയിലെ വാർത്തയാണ് ഞാൻ ഈ വായിക്കുന്നത്. ഓൺലൈൻ ഗെയിം, പിള്ളേരിങ്ങനെ കളിച്ചു. സാമ്പത്തിക ബാധയുണ്ടായി. ചെന്നൈയിൽ 4 സ്കൂൾ വിദ്യാർത്ഥികൾ ജീവനൊടുക്കി. രാജ്യത്ത് ഒറ്റ ദിവസം റിപ്പോർട്ട് ചെയ്യുന്നത് 10,000-ത്തിലധികം കോവിഡ് കേസുകൾ. മാർച്ച് മാസം 25-ാം തീയതി മനോരമ, ലഹരി മരുന്നുമായി സിനിമാ നടി കൊച്ചിയിൽ പിടിയിൽ. ഇന്ന് എനിക്കൊരു വാട്സാപ്പ് കിട്ടി. ഞാൻ താമസിക്കുന്നിടത്ത് ഈ നെറ്റൊന്നും ഇല്ലെങ്കിലും 20 വയസ്സുള്ള 2 പെൺപിള്ളേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. ഫോട്ടോസ് എടുത്ത് ഭാഗത്തേക്ക് നിങ്ങളൊക്കെ വായിച്ചു കാണും പേപ്പറിൽ. ഇന്നലെ പറഞ്ഞ 2 പേരെ 20 വയസ്സുള്ള പെൺകുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ആയിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. അവർ മയക്കുമരുന്ന് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ഉക്രൈനിൽ ആക്രമണം ശക്തമാക്കി റഷ്യ. 10 പേർ കൊല്ലപ്പെട്ടു. റഷ്യൻ പട്ടണത്തിൽ ഉക്രൈൻ്റെ ആക്രമണം. രാസലഹരിയുമായി കൊച്ചിയിൽ യുവതി അറസ്റ്റിൽ. മാർച്ച് 21-ാം തീയതിയിലത്തെ പത്രം. രാസലഹരിയുമായി കൊച്ചിയിൽ യുവതി പിടിയിൽ. പിന്നെ മാർച്ച് 21 വേറൊരു പത്രം കൂടെ കണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ബ്ലൂ ഫിലിം കാണിക്കുന്നത്. ടി വിയിലുണ്ടല്ലോ, വരുന്ന പരസ്യം. ട്രെയിൻ ഇത്ര മണിക്ക് വരുന്നു എന്ന് കാണിക്കുന്നതിന് പകരം അവിടെ റാഞ്ചിയിൽ, ബീഹാറിൽ ബ്ലൂ ഫിലിം ഇട്ടെന്ന്. മനസ്സിലായി കാണുമല്ലോ എന്താ സംഭവം എന്ന്. അരിവാൾ രോഗം, അതും മാർച്ച് 21-ാമത്തെ പേപ്പറിലാണ് ഞാൻ കണ്ടത്. അതുപോലെ നമ്മളൊക്കെ വായിച്ചു കഴിഞ്ഞല്ലോ, ശസ്ത്രക്രിയ കഴിഞ്ഞ ഉടനെ മെഡിക്കൽ കോളേജിൽ പീഡനം, ജീവനക്കാരൻ അറസ്റ്റിൽ. ഇന്ന് കാലത്ത് നടക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ഇന്നലെയും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പേപ്പറിൽ വായിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. യുവതിയെയും സുഹൃത്തിനെയും ആക്രമിച്ചു. ഒരു ചെറുക്കനെ കൂടെ നടന്നു പോയപ്പോൾ അവരെ പിടിച്ചിട്ട് അടിക്കുക. ഡോക്ടറായ മകൻ തൃശ്ശൂരിൽ കടലക്കറിയിൽ വിഷം ചേർത്ത് അപ്പനെ കൊന്നു. വായിച്ചല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ. ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസിൽ, അതൊക്കെ ഞാൻ പറയണോ, നിങ്ങൾക്കറിയത്തില്ലേ? 2 കുപ്പി പെട്രോളുമായിട്ട് വന്ന 3 പേര്. മക്കളെ, ഇതൊക്കെ ഇന്ന് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഒത്തിരി കാര്യങ്ങൾ. ലോകം, സയൻസ് വളർന്നു കഴിഞ്ഞു, യാത്രകൾ വളർന്നു കഴിഞ്ഞു, ലോക സംഭവങ്ങൾ ഒത്തിരി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. കർത്താവ് വീണ്ടും വന്ന് അർമഗദോൻ യുദ്ധത്തിൽ നടത്തി അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചനെയും പിടിച്ച് ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക നരകത്തിലിടും. ഞാനിന്ന് രാവിലെ പറഞ്ഞതാണ്. 1000 ആണ്ടേക്ക് പിശാചിനെ ബന്ധിക്കും. അതിനുശേഷം ജാതികളുടെ ന്യായവിധി. അത് കഴിഞ്ഞ് നമ്മൾ പാട്ടും പാടിയായിരുന്നു. 1000 ആണ്ട് നമ്മൾ കർത്താവിൻ്റെ കൂടെ വസിക്കും. ഇളകാത്ത രാജ്യം അവൻ പ്രാപിക്കും. ഞാൻ അവസാനിപ്പിക്കാം. ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്. സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഇന്ന് ലോകത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾ, യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള ലോക സംഭവങ്ങൾ ആശ്ചര്യമായി ഓരോന്നോരോന്നോ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ്.
ഇതെന്നെങ്കിലും നടക്കും, കുറേ നാൾ കഴിഞ്ഞ് നടക്കും എന്നും നമ്മൾ ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ഇന്ന് വേണമെങ്കിലും സംഭവിക്കട്ടെ, നാളെ ആകട്ടെ, എന്ന് വേണമെങ്കിലും ആകട്ടെ. പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാലങ്ങളെയും സമയങ്ങളെയും അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. പക്ഷേ അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. സംഭവിക്കുന്ന സമയത്ത് ഇന്ന് കർത്താവ് വന്നാൽ നീ എടുക്കപ്പെടുമോ അതോ തള്ളപ്പെടുമോ? കർത്താവ് താൻ ഗംഭീരനാഥത്തോട് വരുന്ന സമയത്ത് നീ അന്നേ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നീ എടുക്കപ്പെടുമോ അതോ തള്ളപ്പെടുമോ? അല്ല, കർത്താവ് വരുന്നതിന് മുമ്പ് നീ മരിച്ചു പോകുന്നുവെങ്കിൽ ക്രിസ്തുവിൽ മരിച്ച ആളുകൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നീ ഉയർത്തെഴുന്നേൽക്കുമോ? അതോ അവസാന നാളിൽ വെള്ളസിംഹാസന ന്യായവിധിക്ക് വേണ്ടിയാണോ നീ എഴുന്നേൽക്കാനായിട്ടേ പോകുന്നത്? ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നത് കൊണ്ട്, ലോകസംഭവങ്ങൾ അത് തെളിയിച്ചിരിക്കുന്നത് കൊണ്ട്, ഇന്ന് വരെയും കർത്താവുമായി ബന്ധത്തിലേക്ക് വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലാത്ത ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, മകനെ, ഇത് നിങ്ങൾക്ക് വേണ്ടി പറയുന്നൊരു ദൂതാണ്. ഏതെങ്കിലും ഒരു വ്യക്തി 1976 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ് ഞാൻ യേശുവിനെ സ്വീകരിച്ചത്. അതുപോലെ ഞാൻ ഇന്ന ദിവസം യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഉറപ്പോടെ പറയാൻ നമുക്ക് കഴിയും. അങ്ങനെ കഴിവുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ അങ്ങനെ ഉറപ്പില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പ്രാർത്ഥിച്ച് യേശുവിനെ സ്വീകരിച്ച ആ പ്രാർത്ഥനയുടെ വാചകങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിർത്തി പറഞ്ഞു ഇരിക്കുക. നിങ്ങളുടെ പിന്നാലെ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് വിശ്വാസത്താൽ യേശുവിനെ സ്വീകരിക്കുമോ? കുടിക്കുന്ന പല ആളുകൾ യേശുവിനെ സ്വീകരിച്ചാണ് ദൈവാത്മാവ് പറയുക. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ ഉറപ്പില്ല എങ്കിൽ, പള്ളി വരുന്നു, പാട്ടുപാടുന്നു, കുർബാന കൊള്ളുന്നു, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ യേശുവിനെ സ്വീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് ഇല്ല എങ്കിൽ, ഞാൻ ഈ പ്രാർത്ഥന വാചകം നിർത്തി പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ എൻ്റെ പിന്നാലെ പ്രാർത്ഥിച്ച് യേശുവിനെ സ്വീകരിക്കുമോ? ആഗ്രഹിക്കുന്നവർ കണ്ണുകളെ അടയ്ക്കാം. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. കണ്ണുകളെ അടച്ചിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയുടെ വാചകങ്ങൾ ഞാൻ നിർത്തി പറഞ്ഞു തരുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയായിട്ട് എൻ്റെ പിന്നാലെ ഈ പ്രാർത്ഥന വിശ്വാസത്താൽ പ്രാർത്ഥിച്ച് യേശുവിനെ സ്വീകരിക്കാം. യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, കണ്ടാലും ഞാൻ വാതിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമെന്ന്. ആ ശബ്ദം ഇന്ന് കർത്താവിൻ്റെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവന് വേണ്ടി നീ ഹൃദയം തുറന്നു കൊടുക്കാൻ തയ്യാറാണ് എങ്കിൽ കർത്താവിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരും. ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവായ യേശുവേ, എനിക്കങ്ങേ ആവശ്യമാണ്. ഞാൻ എൻ്റെ ഹൃദയവാതിൽ തുറന്നു തന്ന് അങ്ങേ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ ജീവൻ്റെ സിംഹാസനത്തെ അവിടുത്തേക്ക് അധീനമാക്കി തരും. അങ്ങയുടെ ഇഷ്ടപ്രകാരം എന്നെ ആക്കി തീർക്കണമേ. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിച്ച് യേശുവിനെ സ്വീകരിച്ചവർക്കാട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി ഇതെന്നോടല്ല എന്ന് പറഞ്ഞ് ഹൃദയത്തെ കഠിനമാക്കിയിട്ടുണ്ടെങ്കിൽ, പ്രിയ സഹോദര, ഈ രാത്രിയിൽ നിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇത്രയും സംഭവങ്ങൾ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ വ്യക്തമായിട്ട് വരച്ച് കാണിയിട്ടും ഇതെനിക്ക് വേണ്ടിയുള്ളതല്ല എന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ അതിക്രൂരമായ ന്യായവിധിയിൽ നീ പെട്ടുപോകും. നിത്യമായ നരകത്തിലേക്ക് നീ തള്ളപ്പെടും. കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അവസാന നാൾ ഉയർത്തെഴുന്നേറ്റ് വന്ന് നിത്യനരകത്തിൽ ദൈവം നിന്നെ യോഗ്യനാക്കും. അതുകൊണ്ട് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക. അവസാനിപ്പിക്കുന്ന മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുക. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചതും 1976 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു.
ക്യാമ്പസ് ക്രൂസൈഡ് നടത്തിയ ഒരു ക്യാമ്പിൽ വെച്ചാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അവിടെ പ്രസംഗിച്ച സമയത്ത് അവിടെ പ്രസംഗിച്ച വ്യക്തി ചോദിച്ചു, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുവാൻ താല്പര്യമുള്ള ആളുകൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ എന്ന് ചോദിച്ചു. ഇതുപോലെ എല്ലാവരും കണ്ണടച്ചിരിക്കുകയാണ് അവിടെ. ഞാനങ്ങ് എഴുന്നേറ്റ്. ആരൊക്കെ എഴുന്നേറ്റു എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് 14 വയസ്സേ ഉള്ളൂ. ഞാൻ എഴുന്നേറ്റ് നിന്നു. കർത്താവേ, നിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. അത് കഴിഞ്ഞൊരു 7 വർഷം കഴിഞ്ഞ് മുഴുവൻ സമയം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാനായിട്ട് ദൈവം എനിക്ക് കൃപ തന്നു. ഇവിടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും അച്ഛന്മാരായിട്ട് ഉപദേശിമാരായിട്ട് ഇറങ്ങണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം, പഠിക്കുന്ന കുട്ടികളായിരിക്കാം, ഏത് രംഗത്തായിരുന്നാലും കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ഞാൻ ജീവിക്കുമെന്നുള്ള തീരുമാനമാണ് കർത്താവിനായിട്ട് ഞാൻ സമർപ്പിക്കുക എന്ന് പറയുന്നത്. ഇവിടെ സമർപ്പിച്ചിട്ടുള്ളതായ ധാരാളം ആളുകളുണ്ട്, സമർപ്പിക്കാനായിട്ടുള്ള ആളുകളുണ്ട്. ഞാനൊരു വാക്കിൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരാഹ്വാനം കൂടെ തരാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, നേരത്തെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് അതത് സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കുക. കർത്താവിന് വേണ്ടി നേരത്തെ സമർപ്പിച്ചിട്ടുള്ള കുട്ടികളായാലും പ്രായമുള്ളവരായാലും ആരായാലും നിങ്ങൾ മുഴുവൻ സമയം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞത്. നേരത്തെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ആളുകൾ ദയവായിട്ട് നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? നേരത്തെ സമർപ്പിച്ചിട്ടുള്ള ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. കർത്താവിന് വേണ്ടി സമർപ്പിച്ചുള്ള ആൾ കോയറിലൊക്കെ ഒത്തിരി ആളുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർത്താവിന് വേണ്ടി ജീവിക്കും എന്ന് സമർപ്പിച്ചിട്ടുള്ള ആളുകൾ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് ഈ ദൈവവചനം കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഞാനായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കും എന്ന് തീരുമാനമെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് അവർക്കും ഈ സമയത്ത് എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കും. എന്തുമെന്നും ഈ വിളി കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പ്രിയ സഹോദര സഹോദരി, ദൈവം നിന്നെ വിളിക്കുകയാണ്. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ഞാൻ ജീവിക്കും. അങ്ങനെ ഒരു തീരുമാനമുള്ള ആളുകൾ ദയവായിട്ട് എഴുന്നേറ്റ് നിന്നാട്ടെ. അടുത്തിരിക്കുന്ന ആളിനെയൊക്കെ നോക്കണ്ട. ഇങ്ങനെ പിശാച് പറയും എഴുന്നേക്കരുത് 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 എന്ന് പറഞ്ഞ് ബസ്സിൽ പിടിപ്പിക്കും നമ്മളെ. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, എഴുന്നേറ്റ് നിൽക്കുക, കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക. ആരെങ്കിലും കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ എഴുന്നേറ്റ് നിന്നാട്ടെ. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടേ പോവുകയാണ്. എനിക്കല്ല ഞാൻ ക്രിസ്തുവിനത്രേ അവനായിത സമർപ്പിക്കുന്നേ. അവൻ നടത്തിപ്പം കാവൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നെന്നെ വഴിയേ. അവൻ നടത്തിപ്പം കാവൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നെന്നെ വഴിയേ. ഈ എൻ കൈകളെ സമർപ്പിക്കുന്നേ, സേവയ്ക്കായി എൻ ജീവനെയും. ഈ എൻ കൈകളെ സേവയ്ക്കായി എൻ ജീവനെയും. കാൽകൾ ഓടട്ടെ നിൻ പാതെ ചേരട്ടെ എൻ ചിന്ത തിരുരാജ്യവ്യാപ്തിക്കായി. കാൽകൾ ഓടട്ടെ നിൻ പാതെ ചേരട്ടെ എൻ ചിന്ത തിരുരാജ്യവ്യാപ്തിക്കായി. എനിക്കല്ല ഞാൻ ക്രിസ്തുവിനത്രേ അവനായിത സമർപ്പിക്കുന്നേ. അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നെന്നെ വഴിയേ.
നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നെന്നെ വഴിയേ. നീ ആരെങ്കിലും കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവേ, ഞാനായിരിക്കുന്ന സ്ഥാനത്ത് നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും. എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നത് പരസ്യമായിട്ടുള്ളൊരു സാക്ഷ്യമാണ്. കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും. ഒരവസരം കൂടെ തരാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. ആരെങ്കിലും ഉണ്ടോ? പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ രാത്രിക്കായിട്ട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനകൾക്കായിട്ട് സ്തോത്രം. കർത്താവേ, നിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ലോക സംഭവങ്ങൾ ഞങ്ങളത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല, അതിനെ ചെയ്യുന്നവരായിട്ട് വിരിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കും എന്ന് തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചിട്ടുള്ള ദൈവമക്കൾക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നേരത്തെ സമർപ്പിച്ചവർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്ന് തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചവർക്കായിട്ട് സ്തോത്രം. കർത്താവേ, ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, അവരുടെ സമർപ്പണത്തിൽ നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ ധാരാളമായി സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിശാച് അവരെ വീഴിച്ചു കളയുവാൻ ഇടയാക്കരുത്, തകർത്ത് കളയുവാൻ ഇടയാക്കരുത്. കർത്താവിൻ്റെ സാക്ഷിയായി അനേകരെ കർത്താവിനെ ആദായപ്പെടുത്തുന്ന നല്ല സാക്ഷികളായി ജീവിക്കുവാൻ തൻ്റെ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. ഈ ദിവസത്തെ യോഗങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ടതുകൊണ്ട് സ്തോത്രം. സമർപ്പിച്ചവർക്കായിട്ട് ഞങ്ങൾ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.